ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് മൈസൂറിലുള്ള ഒരു റിട്ടയർമെൻറ്റ് ആയ ഒരു ഫാമിലി കപ്പിൾ. അവർ ഒരു വീട് വെച്ചിരിക്കുന്നതാണ്. അവർ വെച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാമുണ്ഡി ഹിൽസിൻ്റെ അടുത്താണ്. ഈ വിളക്ക് കണ്ട അത് കാണിക്കാനാണ് ഞാൻ ഈ കാണിക്കുന്നത്. വളരെ ഡിഫറെൻ്റായിട്ട് ഇനി ആ വിളക്ക് കാണും നിങ്ങൾ, അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അത് തലേ ദിവസം വാസ്തു പൂജയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആ മൈസൂറിലുള്ള ചില പൂജാരികൾ വന്നിട്ടാണ് ചെയ്തത്. ഇത് അത്രയും തന്നെ അവിടെ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ട് തലേദിവസം തുടങ്ങിയതാണ്. സത്യനാരായണ പൂജയാണ് മെയിനായിട്ട് കേട്ടോ. ഇത് ഇപ്പോൾ അവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച നല്ലൊരു മൈസൂർ വുഡിൻ്റെ ഒരു പൂജാമുറി പോലെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതിനകത്ത് ഒരുപാട് വർക്കൊക്കെ ഉണ്ട്. ഗജേന്ദ്ര മോക്ഷമൊക്കെ പുറയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡിസൈനൊക്കെ തന്നെ അവർക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞിട്ടു. ഇത് തലേ ദിവസം ഈ വാസ്തുപൂജയുടെ ഇടയ്ക്ക് വീടിൻ്റെ ഡെക്കറേഷൻ്റെ ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. ചാമുണ്ഡി ഹിലിൻ്റെ അടുത്താണെങ്കിലും സിറ്റിയിൽ നിന്നും, അതായത് മൈസൂർ പാലസിൽ നിന്നും ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം വരുന്നത്. നിങ്ങളൊന്ന് കേൾക്കൂ കേട്ടോ. നല്ല പൂജ, അതാണ്ട് ഒരു ചണ്ഡിയാഹോമ സ്റ്റൈലിലായിരുന്നു എല്ലാം. അവർ അഗ്നി ചോദി ചെയ്യുന്നത് കണ്ടായിരുന്നു. എനിക്കപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ വളരെ ഇഷ്ടമായിട്ട് ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വളരെ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ആ കളമെഴുത്തും എല്ലാം തന്നെ നല്ല ഭംഗിയായിരുന്നു. നിങ്ങളൊന്ന് കാണും. ചുറ്റിലും ഒക്കെയും വളരെ വേക്കൻ്റായിട്ടുള്ള ലാൻഡായിരുന്നു കേട്ടോ. ഇത് പിറ്റേ ദിവസം രാവിലെ ഗോപൂജയാണ്. ഒരു രാവിലെ പശുവിനെയും കന്നിനെയും കൊണ്ട് ഒരു കിടാവിനെയും കൊണ്ട് ഒരു ഫാമിലി വന്നിരുന്നു. അവർ വന്നിട്ട് ഗോപൂജ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിരുന്നു. ഇത് നിലക്കാൽ പടി എന്ന് പറയും. നമ്മൾ കയറി ചെന്ന് നമ്മൾ ഇത് പറയുമല്ലോ പൂജ, അതിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് ചെയ്യുന്നതാണ്. ഇതൊക്കെ ആൻറ്റിക്കിലുള്ള ബെല്ല് കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്, ഇനിയും കാണിക്കും. അപ്പോൾ ഇതിപ്പോൾ രാവിലെ തന്നെ അവർ കുറച്ച് പൂജകളൊക്കെ വീടിൻ്റെ പുറത്ത് വെച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കലശമൊക്കെ വെച്ചിരുന്നു കേട്ടോ. അതാണ് ഈ കാണുന്നത്. കലശം വെച്ചിട്ട് അവർ ഡീറ്റെയിൽഡായിട്ടുള്ള പൂജയായിരുന്നു രാവിലെ ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അവിടുത്തെ അന്തരീക്ഷവും ഇതൊക്കെ മിസ് ചെയ്ത് പോയേനെ പോവാതിരുന്നിരുന്നെങ്കിൽ. ഇത് എൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ള ബന്ധുക്കൾ വലിയ കോലമൊക്കെ ഇട്ടതാണ്. നമ്മൾ രാവിലെ വീട് കയറി താമസമാകുമ്പോൾ കോലം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനുള്ള സ്പെഷ്യലായിട്ട് ഭയങ്കര ഇതായത് മഹാലക്ഷ്മിയാണ് ഈ സ്ഥലത്തെന്ന് പറയും പുറകു വശത്ത്. അപ്പം അവിടെ വാസം ചെയ്യുന്ന സ്ഥലം, ഇപ്പം ഈ തടവുന്ന സ്ഥലം അവർ പറഞ്ഞത് ശിവനും പാർവതിയുമാണ് ആ മുതുകിൽ ഇരിക്കുന്നതെന്നാണ് ആ പൂജാരി പറഞ്ഞത് കേട്ടോ. എന്നിട്ട് അതിന് വസ്ത്രം മേളിലിട്ടിട്ട് വേണം വീട്ടിനകത്ത് കൊണ്ടുപോകണത്. എന്നിട്ട് ഞാൻ കണ്ടതിൽ പൊതുവേ ഞങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ പശുവിനെ കൊണ്ടുപോകും വീട്ടിനകത്ത്. പക്ഷേ നമ്മൾ കാണാത്തൊരു ഇതാണ് പാല് അവിടെ വെച്ച് തന്നെ കറക്കുന്നത്. പാല് കറന്ന് ആ പാലെടുത്തിട്ടാണ് അവിടെ പാല് കാച്ചുന്നത് കേട്ടോ. അതൊക്കെ വളരെ ഭംഗിയായിരുന്നു. നമുക്ക് നല്ല നല്ല അനുഭവമായിരുന്നു. ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് നമുക്ക് ഇഷ്ടപ്പെടുന്നതാണ്. ഇത് സത്യനാരായണ പൂജയുടെ കലശമാണ്. ഞാൻ ചോദിച്ചു ഇതെന്താണെന്നുള്ളത്. സത്യനാരായണ പൂജ ഡീറ്റെയിൽഡായിട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മുകളിലുണ്ട് ബാക്കി പ്രതിഷ്ഠകളെല്ലാം തന്നെ ഇങ്ങനെ വെച്ചിട്ട് വലിയ ലെവലിലായിരുന്നു ചെയ്തിരുന്നത് കേട്ടോ. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമായിട്ട് നല്ല ഭംഗിയായിരുന്നു. ആ പാലാണ് ഈ കാണുന്നത്. ഇതവിടെ ഉണ്ടായിരുന്ന ബെല്ലാണ്. എനിക്കതൊക്കെ കണ്ടപ്പോൾ വളരെ ഒരു കൊതി തൊട്ട് ഞാൻ തട്ടി നോക്കിയതാണ്. എന്തൊക്കെയോ പുതിയ പുതിയ പൂജാ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കിതൊക്കെ എടുക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിരിക്കുന്നത്. രാമച്ചവല്ലാണോ എന്തോ കേട്ടോ ഈ പേര്. ഇത് അവിടുത്തെ ഒരു സ്വീറ്റ് പൂജയിൽ വെച്ചിരുന്നു. അതായിരുന്നു ഇത് തൂക്കിയിടാനായിട്ട് നമ്മളെ കുമ്പളങ്ങ അതിൽ ഡിസൈനൊക്കെ വരച്ചിട്ട് വെച്ചിരുന്നു. ഫ്രൂട്ട്സും ഇത് പിന്നെ വീട്ടിനകത്ത് എൻ്റർ ചെയ്യണത് നമ്മളെല്ലാം പണപ്പെട്ടിയൊക്കെ ആയിട്ട് നമ്മൾ പോവില്ലേ, അതുപോലെ തന്നെ ഒരു സ്റ്റൈലിൽ ഇവർ ആ നാഴിയാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ആ തട്ടിയിടുന്നില്ലേ നാഴി, നല്ല രസമാണ് ആൻറ്റിക്ക്. ഞാൻ അതിനെ പ്രത്യേകിച്ച് പോയി നോക്കിയായിരുന്നു. എന്നിട്ട് ഞാനും ഇതിനകത്ത് എന്തോ ഒരെണ്ണം കൊണ്ടുപോയായിരുന്നു. കലശമാണെന്ന് തോന്നുന്നു. അവസാനം എൻ്റെ കയ്യിൽ ഞാൻ അവിടെ വെക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിലും കൂടെ നമ്മൾ ചെയ്തായിരുന്നു. എന്നിട്ട് ഞാനും പൂജാ റൂമിൽ കൊണ്ടുവന്ന് വെച്ചു. ആ പൂജ ഇങ്ങനെയായിരിക്കുന്നത് കേട്ടോ. അവൻ്റെ പൂജാ റൂം ഫുള്ള് ഡിസൈൻസാണ്. ഈ പുറത്തുള്ള ഈ 4 ഭാഗത്തിലും നല്ല ഭംഗിയാണ്. ഞാൻ പറഞ്ഞില്ലേ ഗജേന്ദ്ര മോക്ഷം പുറകു വശത്ത്. അവർ പറയണത് ഇത് സെൻട്രലായിട്ട് ഇതിനെ നിർത്തി പ്രദർശനം വെച്ച് വരുന്നത് പോലെയാണ് അവർ സ്ഥാപിക്കാൻ പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആ പൂജ അതിന് പശുവിനെന്തോ ഒരു ആഹാരം കൊടുത്തായിരുന്നു കേട്ടോ. പശു നല്ലപോലെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. എന്തോ ഒരു കുതിർത്ത പച്ചരി അങ്ങനെയൊക്കെ എന്താണ് കണ്ടത്. പൂജാരിമാർ കൊടുത്തതാണ്. ഞാൻ 2-3 മ്യൂറൽ പെയിൻറ്റിങ് കൊണ്ടുപോയിരുന്നു എൻ്റെ. അതും ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഗണപതി, പിന്നെ കൃഷ്ണനും രാധയും ഉണ്ടായിരുന്നു.
പിന്നെ അർദ്ധനാരീശ്വരനുണ്ടായിരുന്നു. ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഞാൻ ഇതൊക്കെ നിങ്ങളായിട്ട് ഒന്ന് മെൻഷൻ ചെയ്യുവാണ്. ഞാൻ ഇതുപോലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ആളാണ്. ഇനിയും ഉണ്ട് കേട്ടോ, അതൊക്കെ കണ്ടോളൂ. എത്ര ഒരു ഹൗസ് വാമിങ്ങിന് എത്ര ഡീറ്റെയിൽഡായിട്ടാണ് പൂജ ചെയ്യുന്നത് കണ്ട, എത്രയാ ഡെക്കറേഷനും കാര്യമൊക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടുത്തെ രീതിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പാലസാണ് സിറ്റിയുടെ സെൻറ്ററിൽ വരുന്നുണ്ട്. ഏത് ഭാഗത്ത് പോകണമെങ്കിലും ഒരു 12 കിലോമീറ്റർ ദൂരമാണ് ഔട്ടർ വരുന്നത് എന്നാണ് പറയുന്നത്. ഇതാ ആ സത്യനാരായണ പൂജ തീരുമ്പോഴേക്കും ഉച്ച കഴിഞ്ഞായിരുന്നു കേട്ടോ. അത് കാരണം അത്രയും നേരം 1 മണി, 7 മണിക്ക് തുടങ്ങിയത് 1 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്താണ് എൻജോയ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ. ഇതുപോലുള്ള നല്ല വീഡിയോ ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും കേട്ടോ. ബൈ.